ഹലോ! നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളെ നിധിക്ക് അവളുടെ ഏട്ടത്തിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ആധാർ കാർഡിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നീ ആധാർ എടുത്ത് പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ആ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. സുധീഷാണെങ്കിൽ നിധിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടുന്നുണ്ട്. വേസ്റ്റ് കൊട്ടയിലിരുന്ന വേസ്റ്റ് എടുത്തിട്ട് അവിടെ ഹോളിൽ പരത്തിയിടുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അടിച്ചേറിക്കൊണ്ടിരിക്കുക അവൾ കാണാൻ വേണ്ടിയിട്ട്. അവളാണെങ്കിൽ ആദ്യമൊന്നും കാണുന്നില്ല. പിന്നെ ഈ ഒരു മെസ്സേജ് അവൾക്ക് വന്നപ്പോൾ അത് സന്തോഷത്തോട് കൂടിയിട്ട് സുധീഷിൻ്റെ അടുത്ത് വന്ന് പറയാമെന്ന് വിചാരിച്ച് പറയാൻ വേണ്ടി വരുമ്പോഴാട്ടോ ഈ കാഴ്ച കാണുന്നത്. അപ്പം അവൾ ഈ കാര്യങ്ങളൊക്കെ പറയും, നമ്പർ കിട്ടി, അപ്പോൾ ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നടക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവനാകെ ടെൻഷനാവും. കാരണം ആധാർ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളിലേക്ക് അവൾ പോകും. അപ്പോൾ ആ ഒരു കാര്യം പേടിച്ചിട്ട് ഇവൻ ആകെ ടെൻഷനായിട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ പോയിട്ട് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ സുധീഷ് പറയും ഇന്ന് തന്നെ പോകണം, എന്താ ഇത്ര ധൃതി എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല ഇന്ന് തന്നെ പോവുക, എന്നാൽ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നടക്കുമല്ലോ, എൻ്റെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, അതുകൊണ്ട് ഇന്ന് തന്നെ പോകണം എന്ന് പറയുമ്പോൾ സുധീഷ് പറയും ഞാൻ വരാം, വണ്ടി ഉണ്ടല്ലോ ഞാൻ വരാം കൂടെ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, നിങ്ങൾക്ക് ഇവിടെ പണിയില്ലേ, നിങ്ങളിത് ചെയ്തോളൂ എന്ന് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. വേണ്ട, ഇതൊന്നും തിരക്കുള്ള പണിയല്ലല്ലോ, ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ രണ്ടുപേരും കൂടി പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ആദ്യം ചെയ്ത് തീർത്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വേസ്റ്റ് കൊട്ടയിൽ ഉണ്ടായിരുന്ന സാധനം നിങ്ങളായിട്ട് എടുത്തിട്ടല്ലേ, അപ്പോൾ അത് അതുപോലെ തന്നെ ആക്കിക്കോളൂ, ഞാനിവിടെ ഇരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് നിധി അവിടെ കളിയാക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പം സുധീഷിൻ്റെ അടുത്ത പ്ലാനിങ്ങും ചീറ്റിയിട്ടുണ്ട് കേട്ടോ. നിധിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഫ്രഷ് ആയിട്ടൊന്ന് ആധാർ കാർഡ് റെഡിയാക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. സുധീഷിന് എന്തായാലും ഒരു കിളി പോയ അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ. ആധാർ കാർഡ് കിട്ടിയത് അവൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നിധി എന്തായാലും ഡിവോഴ്സിൻ്റെ കാര്യത്തിലേക്ക് നീങ്ങുന്നു, അവന് നല്ല പേടിയുണ്ട്. ഇത് കിട്ടാത്തതുകൊണ്ടാണ് അവൾ ഇത്രയും കാലം പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. എന്തായാലും അവർ പോവുകയാണ്. പോകുമ്പോൾ എന്തായാലും നിധി അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആധാർ കാർഡ് കിട്ടിയല്ലോ, ഇനി എല്ലാ കാര്യങ്ങളും നല്ലപോലെ നടക്കും, എൻ്റെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഡിവോഴ്സിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ശരിയായിക്കോളും. ഞാനിവിടുത്തെ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ എൻ്റെ അടുത്തൊരു കാർഡും ഇല്ലായിരുന്നല്ലോ, അപ്പം എല്ലാം ശരിയായി എന്നുള്ള ഒരു സന്തോഷത്തിലാട്ടോ നിധി ഇരിക്കുന്നത്. അപ്പം സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിയണം, എന്നിട്ട് ഞാനിവിടുന്ന് പോകും, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം കഴിക്കുന്നത് വരെ എനിക്കിവിടെ നിൽക്കാൻ കഴിയുള്ളൂ. കാരണം പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പോവാത്തത്. എനിക്ക് സുഭാഷ് ചേട്ടനോടുള്ള ഒരു കടപ്പാടും കൂടിയാണത്. പിന്നെ സുധീഷ് ഒരു കല്യാണം കഴിക്കണം, സുധീഷിനൊരു ജീവിതം വേണം, അതെനിക്ക് സുധീഷിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം എനിക്ക് വേണ്ടിയിട്ട് സുധീഷിൻ്റെ ജീവിതം സുധീഷ് പാഴാക്കിയതല്ലേ, അപ്പോൾ എന്തായാലും അത് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കല്യാണം കഴിക്കണം. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞുകൊണ്ട് സുധീഷിൻ്റെ കാര്യങ്ങൾ, സുധീഷ് പെട്ടുപോയതാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷാണെങ്കിൽ മനസ്സിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സുധീഷിന് ഇത് ഒട്ടും താല്പര്യമില്ല ഈ നിധി ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അവനിങ്ങനെ കാര്യങ്ങൾ ഡൈവേർട്ട് ആക്കിയിട്ട് ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പോൾ നിധി എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലല്ലോ, നീ ഇങ്ങനെ ഇത് തന്നെയല്ലേ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ നിധിയുടെ ഏട്ടത്തി ചെയ്ത ഈ പണി എന്തായാലും അരുണേട്ടൻ പിടിച്ചിട്ടുണ്ട്. അരുണേട്ടൻ പോയിട്ട് അവരോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാ നിധിയെ സഹായിക്കാൻ പോയത്, നീ ആധാർ നമ്പർ അയച്ചു കൊടുത്തൂലേ, എനിക്കും അമ്മയ്ക്കും അച്ഛനൊന്നും ഇല്ലാത്ത സ്നേഹം നിനക്ക് മാത്രം എന്തിനാ അവളോട്, ഇങ്ങോട്ട് ചീറ്റ് ചെയ്ത ഒരാളെ ഇവിടെ ഈ കുടുംബത്തിന് വേണ്ട, അപ്പം നീ എന്തിനാ ഇങ്ങനെ സഹായിക്കാൻ പോയത്. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ നീയാണ് അവളെ സഹായിച്ചതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൾ പോകുന്ന ദിവസം തലേന്ന് നീയും അവളും റൂമിലിരുന്ന് കുത്തിരുന്ന് എന്തൊക്കെയോ സംസാരിച്ചിരുന്നല്ലോ, പോവാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയിലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അരുണേട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പം സർട്ടിഫിക്കറ്റ്സിന് വേണ്ടിയിട്ടാണ് അവൾക്ക് ആധാർ കാർഡ് അവൾ ചോദിച്ചത്. അപ്പോൾ അവൾക്ക് ജോലി ചെയ്ത് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നീ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിചാരമില്ല, പിന്നെ നിനക്ക് എന്തിനാ അങ്ങനെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് അരുണേട്ടൻ ഇങ്ങനെ ചൂടാവുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ആധാർ നമ്പറിൽ 2 നമ്പർ തെറ്റിച്ചിട്ടാണ് കൊടുത്തത്, നീ വിചാരിക്കുന്ന പോലെ അത് അവളുടെ ആധാർ നമ്പർ അല്ല, ഞാനത് തെറ്റിച്ചാണ് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മളെ ഏട്ടത്തി ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്തോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയും നീ അവളെ സഹായിക്കാൻ പോവുകയാണെങ്കിൽ എന്തായാലും നിനക്ക് നിൻ്റെ മോളെ ഇവിടെ വെച്ചിട്ട് നിനക്ക് ഇവിടുന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങി പോകേണ്ടി വരും. നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടും, അതിലൊന്നും യാതൊരുവിധ എനിക്ക് മടിയില്ല. ഇങ്ങനത്തെ കാര്യത്തിൽ എനിക്ക് പെങ്ങളോ അമ്മയോ അതോ ഭാര്യയാണെന്നൊന്നും ഞാൻ നോക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അരുണേട്ടൻ. പാവം നമ്മൾ നിധി ഇതൊന്നും അറിയുന്നില്ല. അവർ നേരെ അക്ഷയ സെൻറ്ററിൽ എത്തുന്നുണ്ട്. അവിടെ എത്തിയിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അവിടെ പോയിട്ട് അവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP ഒന്ന് പറഞ്ഞു തരണം. ആധാർ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പുതിയ ആധാറൊക്കെ എടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ OTP വരുന്ന കാര്യം പറഞ്ഞപ്പോൾ നിധിക്ക് ആകെ ടെൻഷനായി. കാരണം അന്ന് ആധാറിൽ കൊടുത്ത അതേ നമ്പറിലേക്കാണ് OTP വരിക. പക്ഷെ ആ സിം ഇപ്പോൾ ഇവിടെ കയ്യിലില്ല. അതവൾ ഓർക്കുന്നുണ്ട് ആ നിമിഷം. സുധീഷിൻ്റെ മുൻപിന്ന് അന്ന് കാറിൽ വെച്ച് ആ സിം അവൾ വലിച്ചെറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാലോചിച്ചിട്ട് അവൾക്ക് പിന്നെയും ടെൻഷനായി. അപ്പോൾ അതില്ലാതെ ഇത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ആകെ സങ്കടമായി. അവൾ കാറിൽ പോയിട്ട് പറയുന്നുണ്ട് സങ്കടത്തോടു കൂടി, ഇനി ഒന്നും വേണ്ട, ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവള് പിന്നെ ഏട്ടത്തി അവളെ തിരിച്ചു വിളിക്കുന്നുണ്ട്. ആ കൊടുത്ത നമ്പർ തെറ്റാണ്, അത് നിൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പറല്ല, അരുണേട്ടൻ എല്ലാം അറിഞ്ഞു. അപ്പോൾ അരുണേട്ടൻ അതിൽ നമ്പർ മാറ്റിയിട്ടാണ് കൊടുത്തത്, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടത്തി വിളിക്കുന്നുണ്ട്. എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഏട്ടത്തി വെക്കുന്നുണ്ട് കേട്ടോ. അരുണേട്ടൻ വീണ്ടും കാണുന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നീട് നിധിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, അവളുടെ സിം ഇപ്പോൾ ആരുടെങ്കിലും കയ്യിൽ എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ അവരെ വിളിച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കാന്നൊക്കെ പറയുന്നുണ്ട്. സുധീഷാണെങ്കിൽ പറയുന്നുണ്ട്, ഏയ് അത് വേറൊരാളുടെ കയ്യിൽ എത്താനുള്ള ടൈമൊന്നും ആയിട്ടില്ല, എന്തായാലും നമുക്ക് നോക്കാം, ഞാൻ വിളിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധി പറയുന്നു ഞാൻ വിളിക്കാമെന്ന്. സുധീഷ് പറയുന്നു സുധീഷ് വിളിച്ചോളാം എന്നാൽ. ലാസ്റ്റ് നിധി തന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ ആ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അയാൾ നിധിയോട് നല്ല ചൂടാവുന്നുണ്ട്. OTP അയച്ചിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾ കള്ളത്തരത്തിന് ഇറങ്ങിയിരിക്കുകയാണല്ലോ, ഇപ്പം നമ്മളെ കേരളത്തിലും തുടങ്ങി ഇങ്ങനത്തെ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ നിധിയെ തെറി വിളിക്കുന്നുണ്ട് കേട്ടോ. നിധിക്ക് തെറി കേക്കിൽ സഹിക്കാൻ പറ്റായിട്ടാണ് ലാസ്റ്റാണ് സുധീഷിൻ്റെ അടുത്ത് ഫോൺ അവൾ കൊടുക്കുന്നത്. അവസാനം സുധീഷിനും ഇത് കേൾക്കാൻ പറ്റാതെ സഹിക്കാൻ പറ്റാതെ സുധീഷും കോള് കട്ടാക്കാട്ടോ ചെയ്യുന്നത്. സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് എന്തൊരു വിളിച്ച തെറിയാ, ഇതുവരെ ഇത് കേട്ടിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഞാനും കേട്ടിട്ടില്ലല്ലോ, ഇത് എന്താ തെറി ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ എന്തിനാ ആദ്യമേ OTPയുടെ കാര്യം പറയാൻ പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്, ഇപ്പോഴത്തെ കാലത്ത് അത് ആരും കൊടുക്കൂല, ഫോണിലേക്ക് തന്നെ അങ്ങനത്തെ മെസ്സേജ് വരുന്നുണ്ടല്ലോ, OTP ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന്, അതുകൊണ്ടാണ് അവർ ചൂടായത്, നീ എന്തിനാ അത് ആദ്യമേ പറയാൻ പോയതെന്നൊക്കെ ചോദിച്ചിട്ട് നിധിയോടും സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധിക്ക് ആകെ സങ്കടമായി. ഇപ്പോൾ ആ ഒരു വഴിയും മുട്ടിയിട്ടുണ്ട്, ഇനി അതും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നിധി ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുധീഷിന് നിധിയോടൊരു പാവം തോന്നുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ആധാർ നമ്പർ പോയവർക്കും അതുപോലെ തന്നെ ഫോൺ നഷ്ടപ്പെട്ടവർക്കും ആധാർ കാർഡ് എടുത്ത് ഈ നാട്ടിൽ ജീവിക്കണ്ടേ, അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യുക, പുതിയ ആധാർ എടുക്കല്ലേ ചെയ്യുക, അപ്പോൾ പുതിയ ആധാർ കാർഡ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ചോദിക്കാം, ഇതൊന്നും ഇല്ലാതെ. അങ്ങനെ അവർ വീണ്ടും അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ റേഷൻ കാർഡിൻ്റെ കോപ്പി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ജീവിക്കുന്ന ആളാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രൂഫ് ഇല്ലാതെ ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും ടെൻഷനായി. കാരണം അവളുടെ അടുത്ത് ഒരു പ്രൂഫും ഇല്ലല്ലോ. അങ്ങനെ അവൾ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് അവിടുന്ന് വീണ്ടും ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളെ സുനന്ദ ബാൽക്കണിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അന്ന് അമ്പലത്തിൽ സുഭാഷേട്ടന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ടും പോവാൻ പറ്റാത്തതും സുഭാഷേട്ടൻ കസവും കൊണ്ടൊക്കെ എടുത്ത് തന്നെ കാത്തിരുന്നതൊക്കെ ആലോചിച്ചിട്ട് കരഞ്ഞിങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് താഴെ കൂടെ സുഭാഷേട്ടൻ പോകുന്നത് കാണുന്നത്. അപ്പോൾ ഓടി വരുന്നുണ്ട് കേട്ടോ, ഗേറ്റിൻ്റെ അവിടെ പോയിട്ട് നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ സുഭാഷേട്ടൻ അത് കാണുന്നുണ്ട്. സുഭാഷേട്ടൻ നോക്കുന്നു, സുഭാഷേട്ടനും കണ്ണിലൊക്കെ വെള്ളം നിറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഒരുപാട് സമയം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സുഭാഷേട്ടൻ പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് സങ്കടം വന്നിട്ട് അവൾ ഇങ്ങനെ നിന്ന് കരയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവർക്ക് ആ നഷ്ടപ്രണയത്തിൻ്റെ ഒരു തീവ്രത അവരുടെ കണ്ണിൽ കാണാൻ പറ്റും. രണ്ടുപേർക്കും അതുണ്ട് കേട്ടോ. സുനന്ദയാണെങ്കിൽ സുഭാഷേട്ടനെ കിട്ടാത്തതിൻ്റെ സങ്കടത്തിലാട്ടോ നിൽക്കുന്നത്. നിധിക്കാണെന്നുണ്ടെങ്കിൽ അവളുടെ ആധാർ കാർഡ് കിട്ടാത്ത സങ്കടവും. എന്തായാലും നിധിക്ക് ആധാർ കാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയൊരു ചാൻസും ഇല്ലെന്ന് തോന്നുന്നു. ഒരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള യാതൊരുവിധ പ്രൂഫും അവളുടെ അടുത്തില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവൾ എന്തായാലും കാർ കയറിയിട്ട് പറയുന്നുണ്ട് സുധീഷിനോട്, ഇനിയൊന്നും ട്രൈ ചെയ്യേണ്ട, ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഒരിക്കലും ഒരു അടയാളം ഇല്ലാതെ ഞാൻ ഇവിടെ മരിക്കും വരെ ജീവിച്ചോളാം എന്ന് പറയുന്നുണ്ട്. എല്ലാ പ്രതീക്ഷകളും കൈവിട്ട് പോയ ഒരു അവസ്ഥയിലാട്ടോ അപ്പോൾ നിധി നിൽക്കുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മളെ സുധീഷിനും ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ അവളുടെ ആധാർ കാർഡിൻ്റെ കാര്യത്തിൽ ഇനി എന്താവോ ഇല്ല എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.